ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് പരശുരാമൻ മഴ എറിഞ്ഞ് കേരളമുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. കർണാടകയിലെ ഗോകർണ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെയുള്ളൊരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫോർട്ടിൻ്റെ മുൻവശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെങ്കല്ല് വെച്ചിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയുടെ പേര് മിർജാൻ ഫോർട്ട് എന്നാട്ടോ. അപ്പോൾ നമ്മൾ 16-ാം നൂറ്റാണ്ടിൽ ഇത് ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ദൃശ്യമാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ല് വെച്ചിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരുപാട് പടവുകളുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പടവുകൾ കയറി അതിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കോട്ടയ്ക്കകത്തുള്ള കാഴ്ചകളാട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. കോട്ടൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ യോദ്ധാക്കളൊക്കെ ഇവിടെ നിരീക്ഷിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. പിന്നെ ഇവിടുന്ന് ഇനി അതിൻ്റെ ഏറ്റവും മുകളിലേക്കായിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് പടവുകളാണ് കേട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടും കുറേ അറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറിയിരുന്നു. നല്ല രസമായിരുന്നു. ഇനി നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ വളരെ വിശാലമായിട്ടുള്ള വലിയ മൈതാനം പോലെയായിരുന്നു അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. വളരെ ഭംഗിയുണ്ടായിരുന്നു. 10 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കോട്ടയാണിത്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല വിശാലത ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കോട്ടയുടെ കൊടിമരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയുടെ മറ്റു പല ഭാഗങ്ങളും ഇപ്പോൾ ജീർണാവസ്ഥയിലാണുള്ളത്. ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നശിച്ചു പോയതായിട്ടുള്ള ഒരു അപ്പോൾ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ. ഇത് 2 സെക്ഷൻ ഇതിൻ്റെ ഒരു മുകളിലേക്കുണ്ട്. നമ്മൾ 2 സെക്ഷനായിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ 2 സെക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു പുഴയുടെ തീരത്തായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ താഴെയുള്ള പാടങ്ങളും പുഴകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയും കൂടി ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു കോട്ടയും കൂടിയാണിത്. നല്ല ഹൈറ്റിലാണ് ഈ കോട്ട ഉള്ളതെന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ്. ഇനി കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് ഒരു കിണറിലേക്കുള്ള പടവുകളാണ്. പടവുകൾ കഴിഞ്ഞൊരു തുരങ്കം വഴി ഇതാ നമ്മൾ വലിയൊരു കിണറിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വളരെ വലിയതായിട്ടാണ് ഈ കിണർ നമുക്ക് കാണുന്നത്. ഈ കോട്ടയുടെ തന്നെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ വലിയ കിണർ തന്നെയാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനും കൂടി കഴിയുന്ന രൂപത്തിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കിണറിൻ്റെ താഴത്തേക്ക് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റി. പിന്നെ ഈ പടവുകൾ ഇറങ്ങി ചെന്ന ഒരു തുരങ്കം വഴി നമ്മൾ ഈ കിണറിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ കിണറിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കിണറിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ വഴിയാണ് തുരങ്കം വഴി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തുരങ്കം വഴിയാണ് അവിടെ നമ്മൾ കിണറിൻ്റെ അകത്തേക്ക് വരുന്നത്. ഈ വലിയ കിണറിൻ്റെ മുകൾ ഭാഗം ഗ്രില്ല് വെച്ച് അടച്ചിരിക്കുകയാണ്. കാരണം അപകട സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിണർ കൂടിയാണ്. നമുക്ക് ഈ കാണാൻ പറ്റുന്നത് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും. വളരെ വലിയൊരു കിണറാണ്. ഇനി നമ്മൾ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയൊരു ആൽമരവും അവിടെ ഒരു ദൈവസങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ഇരിക്കുന്നതൊക്കെ ഉണ്ട്. ഒരു ദേവി വിഗ്രഹവും ത്രിശൂലവും നന്ദിയും ഒക്കെ അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടേക്ക് ചെന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. അത്യാവശ്യം നല്ല കാണാനുള്ളൊരു വലിയൊരു കോട്ട കൂടിയാണിത്. അപ്പോൾ കോട്ടയുടെ മറ്റു പല ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചയിൽ കാണുന്നത്. കോട്ടയുടെ തകർന്നു പോയ ഭാഗങ്ങളൊക്കെ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോട്ടയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മൾ നേരെ കോട്ടയുടെ താഴെ ഭാഗത്ത് എത്തിയിട്ടോ. താഴെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.